ഉറക്കവും ജോലിയും പഠിത്തവും കളഞ്ഞു കളി കാണുന്ന വ്യക്തികളോട് പറയുവാനുള്ളത്. മെസ്സി ആരെന്നു അറിയാമോ? ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഫുട്ബോൾ ലോകത്തെ ജീവിക്കുന്ന ഇതിഹാസം ലയണൽ ആന്ദ്രേസ് മെസ്സിയെക്കുറിച്ചാണ്. പച്ചപ്പുൽ മൈതാനങ്ങളിൽ മാന്ത്രികത തീർത്ത, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഫുട്ബോൾ എന്ന കളിയെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരു പ്രതിഭയാണ് അദ്ദേഹം. അർജന്റീനയിലെ റൊസാരിയോ എന്ന കൊച്ചുനഗരത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് മെസ്സി ജനിച്ചത്. ചെറുപ്പകാലത്ത് കളിയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന് വില്ലനായത് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗമായിരുന്നു. വളർച്ചക്കുറവ് ഉണ്ടാക്കുന്ന ഈ രോഗത്തിനുള്ള ചികിത്സ വളരെ ചിലവേറിയതായിരുന്നു. എന്നാൽ മെസ്സിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ സ്പെയിനിലെ പ്രമുഖ ക്ലബ്ബായ ബാഴ്സലോണ അദ്ദേഹത്തിന്റെ ചികിത്സാച്ചെലവ് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഒരു കൊച്ചുപയ്യൻ കാറ്റലോണിയയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ നിന്നാണ് ലോക ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടത്. മനോഹരമായ ഡ്രിബ്ലിംഗും അസാധ്യമായ പാസുകളും കൃത്യതയാർന്ന ഫിനിഷിംഗും കൊണ്ട് മെസ്സി മൈതാനങ്ങളെ കീഴടക്കി. ബാഴ്സലോണയ്ക്കൊപ്പം കിരീടങ്ങളും റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം 8 തവണ നേടി ചരിത്രം സൃഷ്ടിച്ച ഒരേയൊരു താരം മെസ്സിയാണ്. എല്ലാം നേടിയിട്ടും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ കുറവുണ്ടായിരുന്നു: അർജന്റീനയ്ക്കു വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര കിരീടം. പലതവണ ഫൈനലുകളിൽ പരാജയപ്പെട്ടപ്പോൾ വിമർശകർ അദ്ദേഹത്തെ ക്രൂശിച്ചു. എന്നാൽ തോറ്റുകൊടുക്കാൻ മെസ്സി തയ്യാറായിരുന്നില്ല. 2021 കോപ്പ അമേരിക്ക കിരീടവും തുടർന്ന് 2022 ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ലോകം കാത്തിരുന്ന ആ ലോകകപ്പ് കിരീടവും അദ്ദേഹം അർജന്റീനയ്ക്ക് നേടിക്കൊടുത്തു. അതോടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ GOAT ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം കളിക്കളത്തിലൂടെ മറുപടി നൽകി. പോരാടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് മെസ്സിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. മെസ്സി വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമാണ്. എത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയാലും അദ്ദേഹം പുലർത്തുന്ന ലാളിത്യവും വിനയവും ഏവർക്കും മാതൃകയാണ്. കളിത്തോൽവികളിൽ തളരാതെ, വിമർശനങ്ങൾക്ക് കാതോർക്കാതെ സ്വന്തം ലക്ഷ്യത്തിനായി പോരാടാൻ ലയണൽ മെസ്സിയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ലയണൽ മെസ്സിയുടെയും ഭാര്യ ആന്റോണെല്ല റൊക്കൂസോയുടെയും കുടുംബം, മക്കളായ തിയാഗോ, മാറ്റയോ, സിറോ എന്നിവരടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കായിക കുടുംബങ്ങളിലൊന്നാണെങ്കിലും അവർ വളരെ ലളിതവും ക്രമബദ്ധവുമായ ഒരു ദിനചര്യയാണ് പിന്തുടരുന്നത്. രാവിലെ കുടുംബം ഒന്നിച്ചിരുന്നാണ് പ്രഭാതഭക്ഷണം കഴിക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഒരുക്കുന്നതിൽ മെസ്സിയും ആന്റോണെല്ലയും നേരിട്ട് പങ്കാളികളാകുന്നു. മിക്ക ദിവസങ്ങളിലും മെസ്സി തന്നെയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഒരു സാധാരണ പിതാവിനെപ്പോലെ ഈ സമയം മക്കൾക്കൊപ്പം ചെലവഴിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. കുട്ടികളെ സ്കൂളിലാക്കിയ ശേഷം മെസ്സി നേരെ ഇന്റർ മിയാമിയുടെ പരിശീലന ക്യാമ്പിലേക്ക് പോകുന്നു. സാധാരണയായി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം ഉച്ചയോടെ അവസാനിക്കും. ആന്റോണെല്ലയുടെ ഷെഡ്യൂൾ: ഈ സമയത്ത് ആന്റോണെല്ല അവരുടെ ഫിറ്റ്നസ് കാര്യങ്ങളിലും ബിസിനസ്, ഫോട്ടോഷൂട്ട് സംബന്ധമായ ജോലികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉച്ചഭക്ഷണം: പരിശീലനം കഴിഞ്ഞ് മെസ്സി വീട്ടിലെത്തിയാൽ ഭാര്യയോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു. ശേഷം കുറച്ചു സമയം വിശ്രമിക്കുകയോ ഫിഫ വീഡിയോ ഗെയിം കളിക്കുകയോ ഒപ്പം അവരുടെ പ്രിയപ്പെട്ട അർജന്റീനിയൻ പാനീയമായ മാറ്റി കുടിക്കുകയോ ചെയ്യാറുണ്ട്. കുട്ടികളെ തിരികെ കൊണ്ടുവരൽ: ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ മെസ്സിയും ആന്റോണെല്ലയും ചേർന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. വൈകുന്നേരങ്ങൾ പൂർണ്ണമായും മക്കൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. വീടിന്റെ മുറ്റത്ത് മക്കളോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് മെസ്സിയുടെ പ്രധാന വിനോദമാണ്. കുട്ടികളുടെ ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളിൽ അവരെ കൊണ്ടുപോകുന്നതും കളി കാണുന്നതും മെസ്സിയുടെ പതിവാണ്. രാത്രി 8:30-9 മണിയോടെ കുടുംബം ഒന്നിച്ച് അത്താഴം കഴിക്കുന്നു. രാത്രി 11 മണിയോടെ എല്ലാവരും ഉറങ്ങാൻ കിടക്കും. അടുത്ത ദിവസത്തെ കളിയിലേക്കും പരിശീലനത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതിനാൽ കൃത്യമായ ഉറക്കം മെസ്സി കർശനമായി പാലിക്കുന്നു. എത്ര വലിയ താരമാണെങ്കിലും തന്റെ പ്രശസ്തി കുട്ടികളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ മെസ്സി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും സാധാരണക്കാരായ മാതാപിതാക്കളെപ്പോലെയാണ് മെസ്സിയും ആന്റോണെല്ലയും മക്കളെ വളർത്തുന്നത്. ഇത് മെസ്സിയുടെ കാര്യം. നമ്മളോ ഉറക്കവും ജോലിയും പഠിത്തവും ഒക്കെ കളഞ്ഞു കളി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഒരു കളി തരുന്ന ആവേശവും സന്തോഷവും തീർച്ചയായും വലുതാണ്. ജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായ ഒരു ആശ്വാസം കണ്ടെത്താൻ സ്പോർട്സ് നമ്മളെ സഹായിക്കും. പക്ഷേ
കളി കാണുന്നത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന മെസ്സിയോ മറ്റ് കായിക താരങ്ങളോ അവരുടെ കരിയറിലും ജീവിതത്തിലും വിജയിച്ചത് കളി കണ്ടിട്ടല്ല, പകരം ഉറക്കവും വിനോദവും പോലും മാറ്റിവെച്ച് കഠിനമായി പരിശീലിച്ചതുകൊണ്ടും സ്വന്തം ജോലിയോട് പൂർണ്ണമായി അർപ്പണബോധം കാണിച്ചതുകൊണ്ടുമാണ്. മെസ്സിയുടെ ദിനചര്യ നോക്കിയാൽ പോലും കൃത്യമായ സമയത്ത് ഉറങ്ങാനും ഫിറ്റ്നസ് നിലനിർത്താനും അദ്ദേഹം എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ താരം. ഗ്രൗണ്ടിൽ കളിക്കുന്ന താരങ്ങൾ അവരുടെ ജോലി ചെയ്ത് പണവും പ്രശസ്തിയും നേടുന്നു. എന്നാൽ അത് കാണാൻ വേണ്ടി നിങ്ങളുടെ പഠിത്തവും ജോലിയും കളഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കളി കാണാൻ ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുക. ലൈവ് ആയി കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഹൈലൈറ്റ്സ് കാണാവുന്നതേയുള്ളൂ. ഉറക്കമിളച്ചുള്ള കളി കാണൽ നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും അടുത്ത ദിവസത്തെ ഉൽപ്പാദനക്ഷമതയെയും ബാധിക്കും. ചുരുക്കത്തിൽ, കളിയെ ഒരു ആവേശമായി കൊണ്ടു നടക്കാം, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും വിഴുങ്ങുന്ന ഒരു അഡിക്ഷൻ ആയി മാറരുത്. ഗ്രൗണ്ടിലെ താരങ്ങളെപ്പോലെ സ്വന്തം ജീവിതത്തിലും ഒരു വിന്നർ ആകാൻ ശ്രമിക്കുക.